അപ്പൊ വലിയ കുത്തുബിന്റെ വാക്ക് അംഗീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ ഇയാളെ പെരടിക്ക് മുകളിൽ വരിക പന്നിന്റെ കാലാണെന്ന് അപ്പൊ ഷെയ്ഖ് മുഹീദ്ദീൻ തങ്ങൾ പറഞ്ഞത്. തുമ്പ കസദാലിക ഷെയ്ഖ്, പിന്നീട് ആ ഷെയ്ഖ് എന്താണെന്നറിയാമോ? ഈ പറഞ്ഞ ഷെയ്ഖെ കരുതി സിയാറത്ത മക്കം സന്ദർശിക്കാൻ വേണ്ടി കരുതി. മാ കസീരിൻ മുരീദിഹി, ഈ പറയുന്ന ഇസ്ബഹായി ഷെയ്ഖിന്റെ മുരീദന്മാരിൽ നിന്ന് അധിക ആൾക്കാർ കൂട്ടിയിട്ട് പോവുകയാണ്. കുറെ മുരീദന്മാരുണ്ട്, ഓലെ കൂടെ മക്ക സന്ദർശിക്കാൻ പോവുകയാണ്. അങ്ങനെ മക്ക വഴിക്ക് പോകുന്ന സമയത്ത് ഈ ഷെയ്ഖിന്റെ നോട്ടം എവിടെ പോയി അറിയോ? ഒരു ക്രിസ്തീയ പെണ്ണിന്റെ മുഖത്തേക്ക് നോട്ടം വന്നു. അല്ലക്ക ബിക കൽബുഹു, അങ്ങനെ വരുമ്പോ ഈ പെണ്ണുമായി തന്റെ മനസ്സിന്റെ അകത്തൊരു പ്രേമം വന്നു. ഫലം യബുക്കലോ കിറാറും, മൂപ്പർക്ക് എവിടെ നിന്നിട്ട് നിൽപ്പുറക്കുന്നില്ല, ഇങ്ങനെ അളകയാണ്. അപ്പൊ കാലത്ത് ബാഗത്തിൽ ഹംദി, ആ പെണ്ണാണെങ്കിലോ കള്ളി വിൽക്കുന്ന പെണ്ണായിരുന്നു, മദ്യക്കച്ചവടക്കാർക്കാണ് ആ പെണ്ണ്. അങ്ങനെ സന്തോഷം കൊണ്ടും ആഹ്ലാദം കൊണ്ടും ഷെയ്ഖ് ആ ക്രിസ്ത്യാനി പെണ്ണിന് വഴങ്ങിക്കൊടുത്തു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അമറത്തുഹു യൗമൻ, ഒരു ദിവസം ഈ ക്രിസ്തീയ പെണ്ണ് ഈ പറയുന്ന ഷെയ്ഖിനോട് ആജ്ഞാപിച്ചു, ബിറയിൽ ഖനാസീരി, പന്നികളെ നേക്കണം. കുറെ പന്നികളുണ്ട്, ഓളെ നോക്കണം എന്നാ പറഞ്ഞത്. അങ്ങനെ കാലത്ത് എന്നിട്ടോള് പറയാണ് ബഗൽ ഖനൂസ ഒഹോ അലതുൽ ഖൻസീരി, പന്നിന്റെ കുട്ടിയാണ് ഈ ഖനൂസ് എന്നറിയാം. ആ പന്നിക്കുട്ടിയെടുത്ത് വെക്കണം. അല്ല റക്കബത്തിക്ക, താങ്കളുടെ പിരടിക്ക് മുകളിൽ വെക്കണം. ദൗസി, പന്നിക്കൂട്ടുകൾ തോളിച്ചിങ്ങനെ കൊണ്ടുപോകുമ്പോൾ നടന്നു പോകുമ്പോ ആ നടത്തത്തിൽ ആ കുട്ടിയെ ചവിട്ടിപ്പൊട്ടി നാസാക്കും. അപ്പൊ അതിനെ തൊട്ട് നടത്തത്തിൽ നിർഭയത്വം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ പന്നിക്കുട്ടിയെ ചുമന്നുകൊണ്ടുപോകാൻ പറഞ്ഞത്. ആ പറഞ്ഞതുപോലെ ക്രിസ്തീയ പെണ്ണ് പറഞ്ഞതുപോലെ അങ്ങനെ ആ പെണ്ണിന് വേണ്ട സേവനം ചെയ്യാൻ, പന്നിയെ നോക്കുന്നതിന് പരിപാടിയല്ലേ, ആ പരിപാടി മൂപ്പർ പൂർത്തിയാക്കി എടുത്തു. ഇത് കണ്ടപ്പോ ഇഷ്ടമായില്ല. ഈ ക്രിസ്തീയ പെണ്ണിന് അനുസരിക്കുന്ന രീതി തന്റെ ഷെയ്ഖ് കാണിക്കുന്നത് കണ്ടപ്പോ മുരീദന്മാർക്ക് സഹിച്ചില്ല. മുരീദന്മാരൊക്കെ പോയി. ഇല്ലൽ മുരീദാനി അൽ കാമിലാനി സാദിഖാനി, സത്യവാന്മാരായ പരിപൂർണന്മാരായ ഷെയ്ഖിനെ വിമർശിക്കാതെ അംഗീകരിക്കുന്ന രണ്ട് മുരീദന്മാരുണ്ട്. ഓല് പോയില്ല, ഓലല്ലാത്തവരൊക്കെ പോയി. ആരാണ് രണ്ടാള്? അഷെയ്ഖ് മുഹമ്മദ് ഫരീദുദ്ദീൻ ഒന്ന്, ഷെയ്ഖ് മഹമൂദുൽ മഗ്റബി, ഇതാണ് രണ്ടാള്. ഇവിടെ വക്കാല ഈ രണ്ട് മുരീദന്മാര് പറയാണ്, യൽസമുന ഇത്ഫാഉ നാരി ആദിൽ ബലായി മിൻ മക്കാനി ഇസ്തിആലിഹ, ഇവിടെ ഈ കത്തിയാളിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തുള്ള ഈ പരീക്ഷണമാവുന്ന തീനാളത്തെ കെടുത്തിക്കളയൽ ഞങ്ങൾക്ക് ലാജ്യമാണ്, അത് ഞങ്ങൾ കെടുത്തിക്കളയുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ വക്കാനായി അവർ രണ്ടുപേരും മനസ്സിലാക്കി, അന്നാദിൽ ബലിയത്ത, ഇങ്ങനൊരു പരീക്ഷണം ഞങ്ങൾ ഷെയ്ഖ് നേരിടേണ്ടി വന്നത് അതിനിയാദിൽ ഷെയ്ഖ് മുഹീദ്ദീൻ തങ്ങൾ പറഞ്ഞ വാക്ക് അംഗീകരിക്കാത്തത് കൊണ്ടും അനുസരിക്കാത്തത് കൊണ്ടുമാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഈ രണ്ട് ഷെയ്ഖന്മാർക്കും അറിയാം. മുരീദന്മാരായ ഷെയ്ഖ് മുഹമ്മദ് ഫരീദുദ്ദീനും ഷെയ്ഖ് മഹമൂദുൽ മഗ്റബി എന്ന് പറയുന്ന രണ്ടാൾക്കും അറിയാം. അങ്ങനെ എന്ത് പറയുന്നു? ഇപ്പൊ ബഖിയ ഷെയ്ഖ് മഹമൂദ്, അങ്ങനെ രണ്ടാൾ തീരുമാനിക്കുകയാണല്ലോ. അങ്ങനെ മഹമൂദ് എന്ന് പറയുന്ന ഷെയ്ഖ് എന്ത് ഷെയ്ഖ്, ഈ പറയുന്ന തന്റെ ഷെയ്ഖിന്റെ അടുത്ത് നമ്മളെ ഇല്ലാബാബക്കർ എന്ന് പറഞ്ഞ ഷെയ്ഖ് ഉണ്ടല്ലോ, ആ ഷെയ്ഖിന്റെ അടുത്ത് നിന്നു. അപ്പൊ തവജ്ജഹ ഷെയ്ഖ് ഫരീദുദ്ദീൻ, ഷെയ്ഖ് ഫരീദുദ്ദീൻ എന്ന് പറയുന്ന മറ്റൊരു മുരീദ് ഉണ്ടല്ലോ, അയാൾ നേരിട്ട് പോയി. എവിടേക്ക് പോയി എന്ന് ചോദിച്ചാല് ബഗ്ദാദിലേക്ക് പോയി. ഷെയ്ഖ് മുഹീദ്ദീന്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ വതബഹസ അൻ ഖിദ്മത്തിൻ ലിയഖ്ദിമ ബിഹാ അഷ്ശൈഖ്, ഷെയ്ഖ് മുഹീദ്ദീൻ തങ്ങൾക്ക് സേവനം ചെയ്യാൻ പറ്റും സേവനം എന്താണ് എന്നിങ്ങനെ പരിചയക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ഫഖ്താറ, ഈ പറയുന്ന ഷെയ്ഖ് ഫരീദുദ്ദീൻ എന്ന് പറയുന്ന ആൾ തെരഞ്ഞെടുത്തു.
അയ്യഹമില സുല്ലത്തുൽ ബിറാസ്, കാഷ്ടം വഹിച്ചു കൊണ്ടുപോകുന്ന കൊട്ട, അതെടുക്കാനാണ് തീരുമാനിച്ചത്. അങ്ങനെ വറമാ ഫീക ഇല സെഹ്റാൻ, ആ നജസായ കാഷ്ടമുള്ള കൊട്ട എടുത്തിട്ട് മരുഭൂമിയെ കൊണ്ടേക്ക് ഒഴിവാക്കുക. ഇങ്ങനെ പണിയാണ്. ഈ പണിയാണ് ഷെയ്ഖ് അവറുകൾ തെരഞ്ഞെടുത്തത്. ആര്? നമ്മളെ രണ്ട് മുരീദുമാരിൽപ്പെട്ട ഷെയ്ഖ് ഉണ്ടല്ലോ, ഷെയ്ഖ് ഫരീദ്ദീൻ, മൂപ്പർ അതാണ് തെരഞ്ഞെടുത്തത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും വലാക്കില്ലം യത്തബത്തിലുദാലിക്ക, അന്ന് ആ സേവനം ചെയ്യാൻ മൂപ്പർക്ക് യോജിച്ച് കിട്ടിയില്ല. ഫതറബ്ബസ അത്താ തമക്കനലകുത്തിൽക്കൽ ഖിദ്മ മറത്തൻ, ഒരിക്കലെങ്കിലും ആ സേവനം ചെയ്യാൻ സൗകര്യപ്പെടണം. അതാകുന്നത് വരെ ഈ ഷെയ്ഖ് അവിടെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഫലാസമഹ, അങ്ങനെ ആ പണിയുമായി കൊണ്ട് മൂപ്പർ അങ്ങനെ കൂടി. വലം യറുദ്ദഹ ഇലാഹിലിഹ, അതെടുക്കുന്ന കുറെ ആൾക്കാർ തോട്ടിപ്പണിക്കാരവിടെ ഉണ്ട്. അവരിലേക്കൊന്നും ഈ കൊട്ട, ഈ പറയുന്ന കാഷ്ടം ചുമന്നു കൊണ്ടുപോകുന്ന കൊട്ട കൊടുത്തില്ല. അങ്ങനെ ഇരിക്കെ വഖാല ഷെയ്ഖ് യൗമൻ, ഒരു ദിവസം ഷെയ്ഖ് മുഹ്യിദ്ദീൻ തങ്ങൾ ചോദിച്ചു, അഫീക്കും റിബീഷ് വരീബ് ജദീദൻ, പുതുതായി വന്ന ഒരു വിദേശിയായ ഒരു പുരോഹിതൻ നിങ്ങളെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചു ഷെയ്ഖ് മുഹ്യിദ്ദീൻ തങ്ങൾ. ഹാലു, അപ്പൊ അവരെല്ലാവരും പറഞ്ഞു ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ വാഹദ ഖിദ്മതന, ഞങ്ങൾ ചെയ്യേണ്ട സേവനം അയാൾ ഏറ്റെടുത്തിരിക്കുകയാണല്ലോ എന്ന്. ഇതാണ് ഷെയ്ഖ് മുഹ്യിദ്ദീൻ തങ്ങളുടെ മുരീദന്മാര് പറഞ്ഞത്. ഫഖാമൽ ഗൗസ്, അങ്ങനെ ഇരിക്കെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹ്യിദ്ദീൻ തങ്ങളത് എണീറ്റു. ഇല ത്വഹാറത്തി, ശുദ്ധി വരുത്തുന്നതിലേക്ക് എണീറ്റു. അങ്ങനെ ശുദ്ധിയാക്കാൻ വേണ്ടി പോയപ്പോ പറ ആ ഷാബൻ ഹാമിലൻ ഫൗഖ റഅസിഹി സുല്ലത്തുൽ ബിറാസ് വൽ മതറു നാസിലുൻ വൻ നജാസത്തു തഖ്തുറു അലൈഹി. അങ്ങനെ നിൽക്കുമ്പോ കണ്ടു ഒരു ചെറുപ്പക്കാരൻ, അയാളെ തലക്ക് മുകളിൽ അയാളെന്താ കാഷ്ടത്തിന്റെ കൊട്ട ചുമന്നിരിക്കുകയാണ്. മഴയാണെങ്കിൽ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കൊട്ടയിലേക്ക് മഴവെള്ളം ചെന്ന് അതിലുള്ള നജസ ആകപ്പാട് ശരീരത്തിൽ, ഈ യുവാവിന്റെ ശരീരത്തിന്റെ ഭാഗത്തിൽ കൂടെ ഒലിക്കുന്നതായിട്ട് കാണുകയാണ് ഷെയ്ഖ് അവറുകൾ. അപ്പൊ കാൽ ഗൗസ്, അപ്പൊ ഷെയ്ഖ് മുഹ്യിദ്ദീൻ തങ്ങൾ ചോദിച്ചു, മൻ അൻത, താങ്കൾ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ കാല ഖാദിമു ഷെയ്ഖ് സൻആനി, ഞാൻ സൻആനി നാട്ടുകാരനായ ഒരു ഷെയ്ഖ് ഉണ്ടല്ലോ എന്റെ, ആ ഷെയ്ഖിന്റെ സേവകനാണ് എന്ന് പറഞ്ഞു. ഫതറഫഖൽ ഗൗസു ബിഹാരി ഷാബ്, ഈ ചെറുപ്പക്കാരന്റെ ഈ അവസ്ഥ കണ്ടപ്പോ ഷെയ്ഖ് അവർ അഥവാ ഷെയ്ഖ് മുഹ്യിദ്ദീൻ തങ്ങൾക്ക് അലിവ് തോന്നി. എന്നിട്ട് വഖാല, ഷെയ്ഖ് മുഹ്യിദ്ദീൻ തങ്ങൾ പറയുന്നു ഈ ചെറുപ്പക്കാരനോട്, ഉത്തുലുബ് മഖാമൻ ആലിയൻ, എന്തിനാ ഈ പണിയൊക്കെ എടുക്കുന്നത്, നല്ല ഉയർന്ന സ്ഥാനം അത് തേടിക്കൂടെ എന്ന് ചോദിച്ചു. ഫഖാല, അപ്പൊ ഈ പറയുന്ന ഷെയ്ഖ് ഫരീദുദ്ദീൻ പറയുകയാണ്, ലൈസ ഇന്ദി മഖാമുൻ അഅ്ലാ മിനൽ അഫ്വി അൻ ഷെയ്ഖി, എന്റെ സൻആനി ഷെയ്ഖ് ഉണ്ട്, ആ ഷെയ്ഖിനെ തൊട്ട് അങ്ങ് മാപ്പ് കൊടുക്കണം. ഈ മാപ്പ് കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും ഉയർന്നതായിരിക്കുന്ന ഒരു സ്ഥാനം എന്റെ അടുക്കലില്ല, ആ മാപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ കണ്ടോ ഉസ്താദിന്റെ അവർ തെറ്റ് തിരുത്താന ശിക്ഷ മുതിർന്നത്. അപ്പൊ വഖാല അഫൗതു അൻ ഷെയ്ഖിക ലി അജരിക, കുട്ടി നിന്റെ കാരണം കൊണ്ട് നിന്റെ ഷെയ്ഖിന് വന്ന പിഴവുണ്ടല്ലോ അത് ഞാൻ മാപ്പാക്കി കൊടുത്തിരിക്കുന്നു എന്ന് ഷെയ്ഖ് മുഹ്യിദ്ദീൻ തങ്ങൾ പറഞ്ഞു. ഫഹീന ഖാല ഷെയ്ഖ് ദാലിക, ബഹുമാനപ്പെട്ടവർ ബഗ്ദാദിൽ വെച്ച് തന്റെ മുരീദിനോട് ഈ വാക്ക് ഷെയ്ഖ് മുഹ്യിദ്ദീൻ തങ്ങൾ പറഞ്ഞപ്പോ തറബ്ബഖ ഷെയ്ഖു സൻആനി മിൻ നൗമത്തിൽ ഗഫലത്തി, അശ്രദ്ധ എന്ന് പറയുന്ന ഉറക്കിൽ നിന്ന് സൻആനി ഷെയ്ഖ് ഇങ്ങോട്ട് ഉണർന്നു. എന്നിട്ട് വജദ ഹാലത്തുൽ ഊല, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ അവസ്ഥ, ആ ആദ്യത്തെ അവസ്ഥ വിലായത്തിന്റെ അവസ്ഥ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ അൽ ഈസവിയ്യ, ക്രിസ്ത്യാനി പെണ്ണുമായി പ്രേമിച്ചതാണല്ലോ, ആ പെണ്ണുമായി ഈ ഷെയ്ഖ് വിട്ടുപിരിഞ്ഞു. ബിഹി, ഈ പറയുന്ന ഷെയ്ഖിനെ ആ ക്രിസ്ത്യാനി പെണ്ണ് വിടുന്നില്ല, ഓൾ നല്ലോണം പ്രേമത്തിലായി. ഷെയ്ഖ് വിട്ടു, ഷെയ്ഖിന്റെ നിലക്ക് നഷ്ടപ്പെട്ടു, വീണ്ടും കിട്ടിയാലോ, ഞാൻ പരിപാടി ഒന്നുമില്ല എന്ന് മനസ്സിൽ പോയി. അങ്ങനെ ഇരിക്കെ ഇവള് വിടുന്നില്ല. അങ്ങനെ ചില പെണ്ണുങ്ങളുണ്ടാവും, പക്ഷെ ഇത് നന്മയാണ്. അങ്ങനെ ഈ ഷെയ്ഖുമായി യോജിക്കാൻ അവൾ തെരഞ്ഞെടുത്തു. അങ്ങനെ ക്രിസ്തു മതം ഒഴിവാക്കാണ്.
ഫഅസ്ലമത്ത് ജമീഅത്ത് ബൈഹ. അങ്ങനെ അവളെ കൂടെ കൂടി എത്ര ആൾക്കാരുണ്ടോ അവർ ഒന്നാകെ ഈ ഷെയ്ഖ് മുഖാന്തരം ഇസ്ലാമിലേക്ക് വരികയുണ്ടായി. ഇത് ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങളെ അംഗീകരിച്ചതിന്റെ ഫലം കൊണ്ട് കിട്ടിയതാണ്. അംഗീകരിക്കാത്തതിന്റെ ദൂഷ്യഫലം അംഗീകാരത്തോടുകൂടി, അഥവാ ഈ ഷെയ്ഖിന്റെ മുരീദിന്റെ വാക്ക് കാരണം പ്രവൃത്തി കാരണം ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങൾക്ക് അലിവ് തോന്നി കിട്ടിയതാണ്. അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കുന്ന അബുൽ ഫറജ് എന്നവരും അബുൽ അസർ എന്നവരും അമ്മാവനാണല്ലോ. അല്ലാഹു ഞങ്ങൾ ഷെയ്ഖായ അമ്മാവനായ റിഫായി തങ്ങളോട് അന്താലിക്ക അതിനെക്കുറിച്ച് ചോദിച്ചു, എന്താ പരടി താത്തി കൊടുക്കുന്നു? എന്നിട്ട് അലാ റക്കബത്തി എന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് രഹസ്യം മനസ്സിലായല്ലോ എന്നാ. അപ്പൊ റിഫായി തങ്ങൾ പറയാണ്, ഷെയ്ഖ് പറഞ്ഞു, ഖദ് ഖാല ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ആന ബിബഗ്ദാദ. മുപ്പത് ബഗ്ദാദിലുള്ളത്. ഈ ബഗ്ദാദിൽ ഈ സമയത്ത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ പറയുണ്ടായി, ഖദമി ആദിഹി അലാ റകബതി കുല്ലി വലിയില്ല എന്ന് പറയുന്നുണ്ട്. ബഗ്ദാദിലെ സംഭവം നടക്കുന്നത്. ഇവരെവിടെ ഉള്ളത്? അബുല്ലവിനെ ബഹുമാനപ്പെട്ട റിഫായി തങ്ങള് ഉമ്മു ഉബൈദയിലാണുള്ളത്. അവിടെ വെച്ചിട്ടാ പറയണത്, ബഗ്ദാദിൽ ഷെയ്ഖ് അവർ പറയുന്നുണ്ട്, ഖദമി ആദിഹി അലാ റകബതി കുല്ലി വലിയില്ല. അല്ലാഹു തആലാന്റെ ഔലിയാക്കൾ ആരെല്ലാം ഉണ്ടോ ആ ഔലിയാക്കളുടെ പെരടിക്ക് മുകളിലാണ് എന്റെ ഈ പാദം എന്ന് പറഞ്ഞാൽ എന്റെ അധീനതയിലാണ് എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ഷെയ്ഖിന്റെ കാലിന്റെ ചോട്ടിലേക്ക് എന്റെ പെരടി താഴ്ത്തി കൊടുക്കുകയാണ്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റിവായ് ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങൾ പറയുന്നത് കേട്ടു അങ്ങകലെ നിന്നുകൊണ്ട്. അങ്ങനെ അഖ്ബർന ഷരീഫുൽ ജലീൽ അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ അബിൽ അബ്ബാസ് അൽ ഖിമർ ബിൻ അബ്ദുല്ലാഹി ബിൻ യഹ്യ ബിൻ മുഹമ്മദ് അൽ ഹുസൈൻ അൽ മൂസിലി ബിൽ ഖാഹിരിയ സനത 660 കൊല്ലത്തിലാണ് ഈ പറയുന്നത്. ഷരീഫ് എന്നൊരു ആരാ മൂപ്പര് പറയുന്നു, അഖ്ബറന. ഈ കഥ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണോ? അഖ്ബറന ശൈഖ് അബുൽ ഫറജ് അബ്ദുൽ മുഹസിൻ എന്ന് പറയും. ഹസന ബിൻ മുഹമ്മദ് ബിൻ അഹമ്മദ് ബിൻ ദുബൈറ എന്ന് പറയാം. അൽ മുഖിരി അൽ ഹംബലി അൽ ബസരിയു ബിഹാ സനത്ത് 637 സംഭവം. ഖാല ഊബർ പറയാ, ഖാല ഷെയ്ഖ് അബൂബക്കർ ആതിഖ് ബിൻ അബിൽ ഫضل മുഹമ്മദ് ബിൻ ഉസ്മാൻ ബിൻ അബിൽ ഫضل ബന്ദലിജി അൽ അസൽ ബഗ്ദാദി അൽ മൗലിദി الدار الأزنجي المعروف معتوق ببغداد. അപ്പോ അടിസ്ഥാനം എവിടെ വെച്ചാൽ ബന്ദലിജിലാണ്. ബഗ്ദാദ് ജനിച്ചതാണ്. വീട് അസഞ്ചിയില്. അവരറിയപ്പെടുന്നത് മഅതൂഖും ബി ബഗ്ദാദ് എന്നറിയപ്പെടുന്നത്. സനത്ത് 601 കൊല്ലത്തിലാണ് ഈ സംഭവം പറയുന്നത്. എന്താ ഇവര് പറയുന്നറിയോ? സുറുത്തു ഷെയ്ഖ് സയ്യിദി അഹമ്മദ് ബിൻ അബിൽ ഹസൻ ദിഫായി റളിയല്ലാഹു അൻഹു ബി ഉമ്മി ഉബൈദ. ഉമ്മു ഉബൈദയിൽ വെച്ചുകൊണ്ട് എന്റെ ഷെയ്ഖായ നേതാവായ അഹമ്മദ് ബിൻ അബിൽ ഹസൻ ദിഫായി തങ്ങളെ ഞാൻ സന്ദർശിച്ചു എന്ന് ആര് പറയാണ്? ഷെയ്ഖ് അബൂബക്കർ അത്തീഖ് എന്നൊരു പറയാണ്. ആ കഥ പറഞ്ഞിരിക്കുകയാണ്. എന്നത് സംഭവം ഈ സനത്തി 576 കൊല്ലത്തിലാണ് ഈ സംഭവം. അങ്ങനെ സമയത്തു അക്കാബിറ സുഹാബിഹി, അങ്ങനെ റിഫായി തങ്ങളുടെ ഷെയ്ഖന്മാരിലെ പ്രമുഖന്മാരായ ആൾക്കാരെ ഞാൻ കേട്ടു. മുരീദിഹി, മഹാനവറുകളിലെ മുരീദന്മാരുടെ കൂട്ടത്തിൽ ഖദീമായ പഴയ ആളുകളുണ്ട്, കുദമാക്കൾ, മുൻപന്തി നിൽക്കുന്ന ആൾക്കാർ. അവര് ഞാൻ കേട്ടു യഖൂലൂന, അവര് പറയുന്നത് കേൾക്കുകയാണ്. എന്താ പറയുന്ന കഥ? ഓല് പറഞ്ഞ കഥയാണ് ഈ പറയുന്ന ഷെയ്ഖ് അബൂബക്കർ എന്ന് പറയുന്നത്. അങ്ങനെ പോണ പരമ്പര. കാന ഷെയ്ഖ് യൗമൻ ജാലിസൻ ഫി ഹാദൽ മൗദിഇ. ഇതാ ഇവിടെ ഈ സ്ഥലത്ത് ഒരു ദിവസം റിഫായി തങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അഷാറു, ഈ പറയുന്ന ആളുകൾ ചൂണ്ടിക്കാണിച്ചു തന്നു, ലി മൗദിൻ ബി റവാഖ്, റിവാഖ്, ആ പൂമുഖത്തുള്ള സ്ഥലമുണ്ട്. ആ പൂമുഖത്തുള്ള സ്ഥലത്തേക്ക് ചൂണ്ടി ഇവിടെ ഇരിക്കുകയായിരുന്നു എന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഹനാ റൈസഹു,
മഹാനവറുകൾ അവർക്ക് തല ഇങ്ങനെ താഴ്ത്തി കൊടുത്തു. എന്നിട്ട് വക്കാല മഹാൻ പറയാണ് അല റക്കബത്തി റക്കബത്തി എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ വന്നവ അലുഹു അവ ശിഷ്യന്മാരിലെ പ്രമുഖന്മാരും മുരീദന്മാരിലെ മുന്നണിക്കാരും ചോദിച്ചു ഷെയ്ഖവറുകളോട് അന്താലിക്ക എന്താ ഇങ്ങനെ തലക്കെ താത്തി പറയുന്നത് ചോദിച്ചു. വക്കാല അവർ റിഫായി തങ്ങൾ പറയാണ് ഖദ്ഖാല ഷെയ്ഖു അബ്ദുൽ ഖാദിർ അൽ ആനാവി ബഅദാദ ഖദമി ആദിഹി അലാ റകബതി കുല്ലി വലിയില്ലാ. ഇതാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ ഇപ്പൊ ബഅദാദ് പറയുന്നുണ്ട്, ഞാൻ കേട്ടു. എന്റെ ഈ കാലടിപ്പാട് അള്ളാന്റെ വലിയാക്കൾ ആരൊക്കെ ഉണ്ടോ ആ ഔലിയാക്കളുടെ പരടിയുടെ മുകളിലാണെന്ന് പറയാൻ കേട്ടു. അപ്പൊ ഞാൻ പരടി താഴ്ത്തി കൊടുത്തു എന്ന് റിഫായി തങ്ങളുടെ പ്രമുഖ ശിഷ്യന്മാരും മുന്നണികളായ മുരീദന്മാരും പറഞ്ഞ കഥ ഈ പറയുന്ന അബു ബക്കർ എന്ന് പറയുന്ന അബൂബക്കർ അത്തീഖ് എന്ന് പറഞ്ഞ കഥ. അങ്ങനെ ഷെയ്ഖ് അബുൽ ഫറജ് പറയുകയാണ്, മൂപ്പര് പറഞ്ഞൊന്നും ഷെരീഫെന്നവർ പറയുന്നത്. അങ്ങനെ പോകുന്നു. ഇങ്ങനെ പല റിപ്പോർട്ടിലായിട്ട് ഷെയ്ഖ് അവറുകൾ റിഫായി തങ്ങള് ഷെയ്ഖ് മുഹ്യിദ്ദീൻ തങ്ങൾക്ക് തല താഴ്ത്തി കൊടുത്ത കഥ പറഞ്ഞു. അങ്ങനെ അർറഖ്ന ദാലിക്കൽ വഖത റിഫായി തങ്ങൾ പറഞ്ഞ് ആ ഡേറ്റ് ഞങ്ങൾ കുറിച്ച് വെച്ചു. ഫകാന കമാ ഖാല ബിദാലിക്കൽ വഖതി ബിഐനി റിഫായി തങ്ങൾ പറഞ്ഞ് അതേപോലെ തന്നെ ബഅദാദിൽ അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അദദൻ അദൻ തർക്കീബ് തെമ്മീസാണ്. അഥവാ തെമ്മീസും മുഹമ്മദ് അൻ മുലാഫി അവിടെ മുലാഫ് ഉണ്ട്. ആ മുലാഫിനെ തൊട്ട് തെറ്റിക്കപ്പെട്ട തെമ്മീസാണ് അദദൻ. അതിപ്പോ എങ്ങനെ പറയാ അദദി കുല്ലി മിൻഹുന്ന ഔലിയാക്കളിൽ നിന്നുള്ള എല്ലാവരുടെ എണ്ണത്തെ തൊട്ടും എന്നാണ് അർത്ഥം. അതിലാരും ഒഴിവാ ഇല്ല അബൂബക്കറിൻ മിൻഹും ഐ മിനൽ ഔലിയായി ഔലിയാക്കളെ കൂട്ടത്തുനിന്ന് അബൂബക്കർ എന്ന് പറയുന്ന വലിയ ഒഴികയാണ്. മൂപ്പരനുസരിച്ചില്ല. അത് ഇസ്തിസ്നാഉ മിൻ ഖൗലി ഫകുല്ലുഹും എന്ന് പറഞ്ഞല്ലോ. ഫകുല്ലുഹും ഖദ്റമു എന്ന് പറഞ്ഞ അതിന് ഇസ്തിസ്നയാണ്. അപ്പൊ മുസ്തസ്ന മിന്നു കുല്ലുഹും എന്നുള്ളതാണ്. ഐ ഖദ് റളിയ കുല്ലു മിനൽ ഔലിയായി. അപ്പൊ എങ്ങനെ വെക്കാൻ തർക്കീബ് അനുസരിച്ച് മുസ്തസ്ന മിന്നു മുസ്തസ്ന ബിയൊക്കെ കൂട്ടി വെക്കുന്നു. ഖദ് റളിയ കുല്ലു മിനൽ ഔലിയായി ഔലിയാക്കളിൽ നിന്നുള്ള എല്ലാവരും ഷെയ്ഖ് മുഹ്യിദ്ദീൻ തങ്ങളുടെ കാലടിപ്പാടിന്റെ കീഴിലാവൻ ഇഷ്ടപ്പെട്ടു. അതിനാരൊഴിച്ചു ഇല്ല അബൂബക്കർ അബൂബക്കർ എന്ന് പറയുന്ന വലിയൊഴികയാണ്. അതായിപ്പോ അതിനർത്ഥം. ഇനി ഇവിടെ ബഹജത്തിന്റെ ഇബാറത്ത് വായിക്കാം. അപ്പൊ ഇബാറത്തുൽ ബഹജത്തി ബഹജത്തിൽ കാണുന്ന ഇബാറത്ത് ഇല്ലാ റജുലൻ ബി ഇസ്ബഹാൻ ഇസ്ബഹാൻ എന്ന പ്രദേശത്തെ ഒരാൾ ഒഴികെയാണ്. അദ്ദേഹം എന്ത് ചെയ്തില്ല പരടി താഴ്ത്തി കൊടുത്തില്ല. അങ്ങനെ വന്നപ്പോ സുലിബഹാലു ആ നിമിഷം അയാളുടെ വിലായത്തിന്റെ വട്ടം ഊരപ്പെട്ടു പോയിന്നാണ്. പിന്നെ അയാൾ വിലായത്ത് ഇല്ലാതെയായി. എന്താ അങ്ങനെയാണ് ബഹജത്തിന്റെ ഇബാറത്ത്. എന്നാൽ അത്തരം ഒരു ചർച്ച നടന്ന കിതാബ് തന്നെയാണ്, എല്ലാ വിഷയവും ചർച്ച ചെയ്ത കിതാബാണ് ബഹുമാനപ്പെട്ട ഇബ്നുൽ അദൽ ഹൈതമി തങ്ങളുടെ ഫത്താവൽ ഹദീസിയ. ആ ഫത്താവൽ ഹദീസിയെ മറിച്ചാൽ ഇങ്ങനെ കാണാം. ഒഫിൽ ഫത്താവൽ ഹദീസി നഹ്വുഹു ഫത്താവൽ ഹദീസിലും ഇങ്ങനെ തന്നെ ഉണ്ട്. ഇനി ഒബി തബ്രീഖുൽ ഖാത്തിർ വേറെ കിതാബാണ് തബ്രീഖ് ഖാത്തിർ. അവിടെയും കാണാം ബഅദ കലാമിൻ കുറച്ച് സംസാരമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അന്നബി ബാദിർ റസായിലി ചില റിസാലകളിൽ ഉണ്ട് അന്നഹു നിശ്ചയമായിട്ടും കാര്യം ലമ്മ ഖാലൽ ഔസു ഷെയ്ഖ് മുഹ്യിദ്ദീൻ തങ്ങൾ ഔസ് മുഹ്യിദ്ദീൻ തങ്ങൾ പറഞ്ഞപ്പോ തിൽക്കൽ മഖാലത്ത ഖദമി ഹാദിഹി അലാ റകബതി കുല്ലി വലിയിലില്ല എന്ന വാക്ക് ഷെയ്ഖ് അവർ പറഞ്ഞപ്പോ വലഅ ജമീഅൽ ഔലിയാഇ റിഖാബുഹും ഔലിയാക്കൾ അന്നുള്ള എല്ലാ ഔലിയാക്കളും അവരുടെ പിരടികൾ ഷെയ്ഖ് അവർക്ക് താഴ്ത്തി കൊടുത്തു. അത് താഴ്ത്തി കൊടുത്തില്ല ശിവ ഷെയ്ഖ് സൻആനി സൻആനിക്കാരനായിരിക്കുന്ന ഷെയ്ഖ് താഴ്ത്തി കൊടുത്തില്ല എന്നാണ് എവിടെ കാണുന്നത് തബ്രീഖുൽ ഖാത്തിറിൽ കാണുന്നത്. ഇനി നമുക്കത് വിശദീകരിക്കാം. ഐവല അല്ലഹു മിൻ അഹ്ലി ഇസ്ബഹാൻ അവിടെ ബഹജത്തിൽ ഇസ്ബഹാൻ എന്ന് പറഞ്ഞല്ലോ. ഇവിടെ തബ്രീഖുൽ ഖാത്തിറിൽ കാണുന്നത് സൻആനി എന്നാണ്. അപ്പൊ ഈ സൻആനി ഈ പറയുന്ന ഇസ്ബഹാനിൽപ്പെട്ട ആളായിരിക്കാം എന്നാണ്. എന്നാൽ വഖാല അഖ്ബറന അയ്ളൻ
മിനൽ മുഹിബ്ബീന. അങ്ങനെ പറയുന്നു തഫ്സീർ ഖാത്തിറില്. എന്ത് മുഹിബ്ബീങ്ങളിൽപ്പെട്ടതായിരിക്കുന്ന ആൾക്കാർ അല്ല, അദ്ദേഹം പറയുകയാണ് ഞാൻ വീണ്ടും മിനൽ മുഹിബ്ബീന, ഞാൻ മുഹിബ്ബീങ്ങളിൽപ്പെട്ട ആളാണെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഈ സ്വൻആനി ശൈഖ് പറഞ്ഞിട്ടുണ്ട്. ലാ യഖ്തദി ലി അൻ അൽഅ റഖബതി ലഹു. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താണ് മുഹിബ്ബീങ്ങളിൽപ്പെട്ട ആളാന്ന് വരുമ്പോ അത് എന്റെ പെരടി ആ മെഹബൂബായ ശൈഖ് അവറുകൾക്ക് ഞാൻ താഴ്ത്തി കൊടുക്കണം എന്ന് തേടുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പൊ കാല ഷെയ്ഖ്, അപ്പൊ പിന്നെ ഷെയ്ഖ് പറഞ്ഞു, അങ്ങനെയാണ് ഇസ്ബഹാനി പറയുന്നത് എങ്കിലും അല റഖബത്തി, അയാളെ പെരടിയുടെ മുകളിലുള്ളത് ദിജുൽ ഖിൻസീരി, ഒരു പന്നിന്റെ കാലാണ് എന്നതാണ്.